ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ കുർബാനയിൽ മരിച്ചുപോയ ഡെവസ്യ മാത്യു, ബീന പത്രോസ് എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കറിയാമല്ലോ, ആദ്യ വെള്ളിയാഴ്ചയാണ്. ക്രിസ്മസിന് വേണ്ടി ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ. നമുക്കറിയാം, ഈ വർഷം 2020 ക്രിസ്മസിന് വേണ്ടി അടുക്കുമ്പം വർഷാവസാനമൊക്കെ ആകുമ്പോൾ തന്നെ മനസ്സിൽ ഒത്തിരി ആകുലതകളൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഓരോ തിന്മകൾ മാറിപ്പോകാനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പ്രത്യേകം മനസ്സിൽ തോന്നിയൊരു കാര്യം, വെറുപ്പെന്ന പുണ്യം അല്ലെങ്കിൽ വെറുപ്പെന്ന തിന്മ മാറി സ്നേഹമെന്ന പുണ്യം കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മൾ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പം ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചു കഴിയുമ്പോൾ തന്നെ പല രീതിയിലുള്ള, നമുക്കറിയാം, ഒരു പിശാച് കയറി കഴിയുമ്പോൾ 10 പിശാച് കയറി വരുന്നത് പോലെ ഇന്ന് കൂടുതൽ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കാം കൂടുതൽ ഇങ്ങനെ അസ്വസ്ഥതകളൊക്കെ വരിക. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാനയിൽ ഇൻറ്റൻഷൻ വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. ക്രിസ്മസിന് ഈശോയുടെ അല്ലെങ്കിൽ ഉണ്ണീശോയോട് എൻ്റെ അടുത്ത് വരുമ്പം ഒരു പാപം പോലും ഇല്ലാതെ ഉണ്ണീശോയ്ക്ക് സമ്മാനമായി നമ്മുടെ ജീവിതത്തെ കൊടുക്കാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവയിലുള്ള എല്ലാവരെയും സമർപ്പിച്ച് ഈ ആദ്യ വെള്ളിയാഴ്ച തിരുബലി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടി ബലി അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം.
സർവേശ്വരോ സ്തുതി ഗീതം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാറ്റവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹാ തൻ്റെ മനുഷ്യാവതാരം വഴി രക്ഷാകര വാഗ്ദാനം പൂർത്തിയാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മിശിഹായിലൂടെ അങ്ങുമായി ഞങ്ങളെ രമ്യതപ്പെടുത്തി ദൈവപുത്ര സ്ഥാനത്തിന് അർഹരാക്കി അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി പരിശുദ്ധ കുർബാന യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി രക്ഷയുടെ ഫലങ്ങൾ ഞങ്ങളിൽ സ്ഥിരീകരിക്കുന്നതിനിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുക എന്നും ഞാൻ. സഹരേസാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരനുമെന്നെന്നും അനവധിയും മമ നാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവകമങ്ങൾ വിവരിക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കഥാവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവുമുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. മത്തിനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു.
ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കിടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവ്വേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ കൃപകൾ നീകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദ്ധനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, പൗലോസ് ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 3 വാക്യങ്ങൾ 1 മുതൽ 10 വരെ. ഗുരു ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. മിശിഹായോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന മിശിഹ വസിക്കുന്ന ഉന്നതത്തിലുള്ളവ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ളവയെ പറ്റിയല്ല, ഉന്നതത്തിലുള്ളവയെപ്പറ്റി ചിന്തിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ മിശിഹായോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്നു. നമ്മുടെ ജീവനായ മിശിഹ പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, ആസക്തി, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. അനുസരണമില്ലാത്തവരുടെ മേൽ ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയിൽ ചരിക്കുകയും ജീവിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അധരങ്ങളിൽ നിന്നുള്ള അശുദ്ധവാക്കുകൾ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടെ ഉരിഞ്ഞു മാറ്റുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിരൂപത്തിനനുസൃതം നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരാശയമിന്മനനായി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലെ താതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ
കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 13 വാക്യങ്ങൾ 12 മുതൽ 17 വരെ. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധിയുണ്ടാകുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്. എന്നാൽ അവർ കാണുന്നില്ലെങ്കിലും കാണുന്നില്ല, കേൾക്കുന്നെങ്കിലും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. യേശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. കാരണം അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകും വിധം ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. കാരണം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദത്തിന്റെ പാപം മൂലം അത് പതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനം രക്ഷയും നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മനുഷ്യ അവതാരം വഴി ഞങ്ങളുടെ നിത്യപുരേതനായ മിശിഹായെ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ തോമസ് എൽവനാൽ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പൂർവ്വപിതാക്കന്മാരിലൂടെയും പ്രവചകന്മാരിലൂടെയും രക്ഷകനായ മിശിഹായെ സ്വീകരിക്കുവാൻ ജനഹൃദയങ്ങൾ സജ്ജമാക്കിയ കർത്താവെ, ഈ മംഗളവാർത്ത കാലത്തിൽ അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയത്തെയും ഓർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മൗത്തമനിച്ച മിശിഹായെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിത്യസ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ജലധിയുമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, തികഞ്ഞ പ്രത്യാശയോടുകൂടി അങ്ങയുടെ തിരുക്കുമാരന്റെ പിറവി തിരുനാളിൽ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേക്ക് പ്രിയങ്കരമായവ ചെയ്യുവാനും ത്യാഗപൂർണമായവ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ
മുതനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൂസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹിതന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം നാമിനാമിനെന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മർത്തമൻസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉത്ഥാനം വഴി നീ മതത്തോട് ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശ്വാസിയോടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുള്ള സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവാൻ തർക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഘികവും സാമ്പത്തികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനയും മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയക്കന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശയുടെ സ്നേഹിതരവും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് സഹോദരി മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചഭിഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദർപുരം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി.
ദൈവപിതാവിൻ സ്നേഹമതും ഭൂഗാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ചരാചര കർത്താവാൻ ദൈവത്തിനു ബലി അർപ്പിപ്പോ. സമാധാനം നമ്മുടെ കൂടെ. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രയന്മാരോടും സാപ്രന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ മാനവരം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. പരിശുദ്ധൻ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മസാധനം അങ്ങയോട് സദസ്യനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സച്ചയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. വിവേകവും ബുദ്ധിയുമുള്ള മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജഡനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരാം. ഈശോ കനിഞ്ഞു തരുന്ന ഈ വർഷത്തെ ക്രിസ്മസ് ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് ഓരോ ദിവസവും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ മനസ്സിലുള്ള വെറുപ്പ് മാറി സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക.
ഒരു ആത്മപരിശോധന ചെയ്യുക. എൻ്റെ മനസ്സിൽ വെറുപ്പിൻ്റെ മേഖലകൾ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയെ നിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കാനായിട്ടുള്ള വലിയ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, മക്കൾ, ഈ മേഖലകളിൽ വെറുപ്പിൻ്റെതായ ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഈശോ ഇന്ന് മാറ്റിത്തരും. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കഥാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും പലകിനരും ആകുലരുമായി ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. തന്നെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ശ്രമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ പിതാവും മെലറ്റിഷനുമായ മാർ തോമസ് മെത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വനകളുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാമിതം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിവനായ എന്നോടും വർത്തിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. കഥാവേ, എളിയവരും ബലഹീനരും ക്ലിസ്വരുമായി ദാസരങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും വൈവിധ്യജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രസത്തെ
സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശ്രയിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുവിടിയപ്പോൾ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സകരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കഥാവാരിവുമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും യോഗ്യരാകുന്നു. എങ്കിലും സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിൻ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകമായപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിനാ പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവിൻ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തേതരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനയും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നദേഹങ്ങളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കഥാവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വരാജ്യത്തിൽ സകല വിശുദ്ധരോടൊന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കഥാവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഗതിയേരും
പ്രസന്നവതരും നിഷ്കലങ്കരുമായി ആഭരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മാറ്റവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവരുടെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാൾ സുഖത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലത്തെ സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
നിത്യപുരോഹിതനായ യേശു അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മല്ലമാവാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മൈനെ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ അകറ്റണമേ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അങ്ങയുടെ ശുശ്രൂഷിക്കുന്നവർ ഇതിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ സ്വഭാവത്തിന്റെയും മൗഢമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യസ്തരെയും ആത്മായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. വൈദ്യയുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുഖവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കഥാവായ ദൈവമേ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിച്ച് അങ്ങയെ സ്തുതിക്കാനും ആരാധിക്കാനും യോഗ്യരാക്കി മിശിഹായുടെ ശരീരവും രക്തവും കൊണ്ട് അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും അങ്ങയുടെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹാദാനത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലോകരക്ഷകനായ മിശിഹായെ, ഞങ്ങളെ ദൈവമക്കളാക്കാൻ വേണ്ടി മനുഷ്യനായി പിറക്കുകയും പാപാന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്തതിനെ പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്നെ സ്വീകരിച്ച് ഞങ്ങൾ ലോകത്തിൽ പ്രകാശമായി തീരുവാനും ദൈവമക്കളായി ജീവിച്ച് നന്മയിലും നീതിയിലും സത്യത്തിലും വ്യാപരിക്കാനും കൃപ ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. മനുജകുലത്തിൻ രക്ഷയ്ക്കായി മണ്ണിലണഞ്ഞൊരു ദൈവസുതാ, പാവനമങ്ങേ തിരുനാമം, പൂജിതമങ്ങേ സാന്നിധ്യം. ലോകത്തിൻ്റെ പ്രകാശം നീ, മർത്യകുലത്തിൻ ശരണം നീ, സുദീർഘൻ നീ മിശിഹായേ, നിത്യവും അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ ജനമേ, നിങ്ങൾ മംഗളവാർത്തക്കാലത്തിൽ നന്മ തെളിക്കും പാതകളിൽ യോഗ്യതയോടെ നീങ്ങിടുവിൻ. രക്ഷകനാഗതനാകുമ്പോൾ തന്നുടെ കൃപകൾ നേടിടുവിൻ. ദൈവം വരനിര ചൊരിയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനം കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ എന്നറിഞ്ഞുകൂടാ.
പൊൻവിളക്കിൻ നടുവിൽ സൂര്യനേക്കാൾ പ്രഭയോടെ 7 പൊൻവിളക്കിൻ നടുവിൽ സൂര്യനേക്കാൾ പ്രഭയോടെ സ്വർഗീയ സിംഹാസനത്തിൽ വാഴും പിതാവാം ദൈവമേ, സ്വർഗീയ സിംഹാസനത്തിൽ വാഴും പിതാവാം ദൈവമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആരാധന അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആരാധന. ദേവദൂതർ സ്തുതി പാടും, പുണ്യാത്മാക്കൾ വണങ്ങിടും. രാജാതിരാജനായി വാനിൽ വാഴും പുത്രനാം ദൈവമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആരാധന അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനിയുള്ള അരമണിക്കൂർ സമയം നമ്മൾ ഈശോയോടൊത്തായിരിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഡിസംബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണല്ലോ ഇന്ന്. നമ്മൾ ഒത്തിരി നാളായി നമ്മൾ ആരാധന നടത്തി പ്രാർത്ഥിച്ചിട്ട്. ഈ നിമിഷങ്ങൾ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം തമ്പുരാന്റെ കൃപ കൊണ്ട് നിറയുന്ന നിമിഷങ്ങളായി മാറട്ടെ. നമുക്കറിയാം, 8-9 മാസമായി നമുക്ക് പള്ളിയിൽ വരാൻ നമുക്ക് സാധിച്ചിട്ടില്ല, കുമ്പസാരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ആത്മീയ കാര്യങ്ങളൊക്കെ ആത്മന നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഇന്ന് വരെ നമുക്കറിയാം എന്തുമാത്രം വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ടവര് ഒരു പക്ഷേ മരിച്ചിട്ടുണ്ടാകാം. ഏറ്റവും ആരോഗ്യത്തോടുകൂടി ആയിരുന്നവർ പോലും COVID-19 എന്ന രോഗം മൂലം മരിച്ചിട്ടുണ്ട്.
നമ്മുടെ ഇടവയിൽപ്പെട്ട പലർക്കും അസുഖം പിടിപെട്ടു. നമ്മുടെ ഇടവയിൽപ്പെട്ട 2 പേര് കോവിഡ് എന്നുള്ള അസുഖം മൂലം മരിക്കുകയുണ്ടായെന്ന് നമുക്കറിയാം. തമ്പുരാൻ കൃപ തരുന്ന നിമിഷങ്ങളായത്. ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ വർഷത്തിൻ്റെ ഏറ്റവും അവസാനം നമുക്കറിയാം, എല്ലാ ക്രിസ്മസും വലിയ ആഘോഷത്തോടെ ഒരുക്കത്തോടെ ഏറ്റവും മനോഹരമാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസും നമ്മൾ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നു. എങ്കിൽ തന്നെ ആകുലതകളുണ്ട്. എങ്ങനെയാകും എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം, ഈ രോഗം മാറിയിട്ടില്ല. നമ്മളിൽ പലർക്കും ഈ രോഗാവസ്ഥയുണ്ട്. തമ്പുരാൻ കൃപ തരുന്ന ഈ അരമണിക്കൂർ സമയം ഈശോയുടെ സന്നിധിയിൽ മുട്ടിമേൽ നിൽക്കുമ്പം അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്ക് കണ്ണു തുറന്നൊന്ന് കാണാം. നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കഴിഞ്ഞുപോയ നിമിഷങ്ങളിലെ നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി കുറവുകളും പാവാവസ്ഥയും തീഷ്ണതക്കുറവും വിശ്വാസത്തിൻ്റെ ഡിവിഷനും ഒക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം നീ ക്ഷമിച്ച് പുറത്ത് പേര് ചൊല്ലി വിളിച്ച് ഇന്ന് കുർബാനയ്ക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ അരമണിക്കൂർ സമയം നിന്റെ കൂടെ ആയിരിക്കാൻ ഈശോയെ നീ കൃപ തന്നല്ലോ. ഈ കൃപ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ ഈശോയെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഒരു ആത്മീയ ഉണർവ് നമുക്ക് വേണം. ഈശോയെ നമുക്ക് സ്വീകരിക്കാനായിട്ട് നമ്മുടെ എല്ലാ ബന്ധനങ്ങളും മാറണം. നമുക്ക് ഏറ്റവും കൂടുതൽ അതിന് സഹായിക്കുക, നമുക്ക് സ്വതന്ത്രമായി ഒന്ന് സ്തുതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില പാപത്തിൻ്റെ ബന്ധനങ്ങളൊക്കെ വിട്ടുമാറും. നമുക്കറിയാം, ഈ നിമിഷം നമുക്ക് സ്വതന്ത്രമായി ഒന്ന് സ്തുതിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ എൻ്റെ തമ്പുരാൻ വന്നിരിക്കുന്നു, ആ തമ്പുരാൻ്റെ അടുത്തിരിക്കാൻ ഈശോയെ നീ എനിക്ക് കൃപ തരണേ, എൻ്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയാണ് ഏകരക്ഷകൻ എന്ന അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആ വിശ്വാസം ഒന്ന് ഉച്ചസ്വരത്തിനൊന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഈശോയെ വിളിച്ച് നമുക്ക് ഉച്ചസ്വരത്തിൽ തന്നെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. കൃപയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈശോയെ കൃപയായിരിക്കണമേ, കൃപയായിരിക്കണമേ. ഇന്ന് പള്ളിയിൽ വന്നിട്ടുള്ള എല്ലാ മക്കളെയും ഞങ്ങളുടെ എല്ലാ ഇടവജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കണമേ. വെറുപ്പിന്റെ മേഖല മാറ്റി ഈശോയെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈശോയെ നീ എനിക്ക് ദാനമായി തന്ന പൗരകുത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് എല്ലാ അന്ധകാര ശക്തികളെയും പൈശാചികമായ ബന്ധനങ്ങളെയും തെറ്റായ ബോധ്യങ്ങളെയും അശുദ്ധിയെയും ഈശോയെ നിന്റെ തിരുക്കുരിശാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്ക് ദൈവപിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എന്നുള്ള പാട്ടിൻ്റെ ഇരടികൾ പാടി ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലാച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലാച്ച്
മുൻപിലാണച്ച് കുമ്പിടുന്നു. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. നമുക്ക് സ്വസ്ഥാനങ്ങളിലിരിക്കാം. കൊയറിപ്പോൾ പാട്ട് പാടുമ്പം ആ പാട്ടിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നിൻ തിരുരക്തത്താൽ കഴുകണമീശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമീശോ. നിൻ തിരുരക്തത്താൽ കഴുകണമീശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമീശോ. പാവനാത്മാവേ, നിറയ്ക്കണമീശോ. പാപഭാരങ്ങൾ അകറ്റണമീശോ. പാവനാത്മാവാൽ നിറയ്ക്കണമീശോ. പാപഭാരങ്ങൾ അകറ്റണമീശോ. നിൻ തിരുരക്തത്താൽ കഴുകണമീശോ. നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമീശോ. ഈശോയുടെ സന്നിധിയിൽ അല്പം കൂടി നമുക്ക് ശ്രദ്ധയുള്ളവരായിരിക്കാം. ഈശോ നമ്മുടെ ദേവാലയത്തിലുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഏത് അവസ്ഥയിലാണെങ്കിലും, ഏത് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ ഈശോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ തന്നെ ഉറങ്ങാതെ ഈശോ നമ്മളെ നോക്കിയിരിക്കുന്നു. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്ക് അല്പം കൂടി വ്യക്തത കിട്ടും, അല്പം കൂടി മുഖപ്രസാദം കിട്ടും, അല്പം കൂടി ആത്മധൈര്യം കിട്ടും. ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഈശോയുടെ അടുത്ത് അല്പം കൂടി ശ്രദ്ധിച്ച് ഈശോ പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സംശീകരിച്ച് ജീവിതത്തിൽ പകർത്താനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ബൈബിള് നമ്മൾ വായിക്കുമ്പം കുഞ്ഞുങ്ങൾ ഈശോയുടെ അടുത്ത് വരുമ്പം ഈശോയ്ക്ക് അവരെ ഒത്തിരി ഇഷ്ടമാണ്. അവരടുത്ത് വരുമ്പോഴേ അവരെ ആ കുഞ്ഞുങ്ങളെ ഈശോ മടിയിലിരുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ ഈശോ ലാസറിന്റെ വീട്ടിൽ ചെന്നപ്പം ലാസറിന്റെ സഹോദരിയായ മറിയം ഈശോയുടെ പാദാന്തികത്തിൽ ഇരുന്നു. ഈശോ പറയുന്നത് കേട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ചിന്തകളോടെ കുഞ്ഞുങ്ങളെല്ലാം ഈശോയുടെ മടിയിലിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഓർക്കുക. ബാക്കിയുള്ളവരെല്ലാം നമ്മളെല്ലാം ലാസറിന്റെ സഹോദരിയായ മറിയം ചെയ്തതുപോലെ നമ്മുടെ ഈ ദേവാലയത്തിൽ ഈശോയുടെ പാരാന്തികത്തിൽ ഇരുന്ന് ഈശോ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം. നമുക്കറിയാം, നമ്മളെല്ലാവരും ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കേണ്ടതുണ്ട്. കുമ്പസാരിച്ച് പാപങ്ങളെ ഏറ്റു പറയേണ്ടതുണ്ട്. ഒത്തിരി നെഗറ്റീവായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കുറവുകളുണ്ട്, വേദനകളുണ്ട്, നിരാശകളുണ്ട്. ഇന്ന് ഈശോയുടെ അടുത്ത് പാദാന്തികത്തിലിരിക്കുമ്പം എൻ്റെ പൊന്നീശോയോട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരാം. ഈശോയുടെ അടുത്തിരിക്കുമ്പം നമ്മുടെ ഹൃദയവിചാരങ്ങൾ അറിയുന്ന പൊന്നീശോ നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി പ്രകാശം തന്ന് ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മളായിരിക്കുന്ന വീട്ടിലേക്കും നമ്മൾ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ ഈശോ നമ്മളെ പറഞ്ഞു വിടും എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. ആ ഈശോയുടെ അടുത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ചിന്തകൾ ഈശോയോട് ഷെയർ ചെയ്യുന്ന ആ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് കൊയറ് പാടുന്ന ആ പാട്ടിൻ്റെ ഈരടികൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഈശോയോട് നമുക്ക് തുറന്നു പറയാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളോകനാഥ, നീരായൊരു മാനസവും തീർത്തരുൾക്കിന്നിൽ ദേവാ, നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളോകനാഥ, നീരായൊരു മാനസവും തീർത്തരുൾക്കിന്നിൽ ദേവാ. ഈ പാട്ടിൻ്റെ ഇരടികൾ പാടുമ്പോൾ തന്നെ ഇന്ന് കുർബാനയിൽ പ്രാർത്ഥിച്ച നമ്മളിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള തിന്മയായ വെറുപ്പ് മാറി സ്നേഹം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഈശോയുടെ സന്നിധിയിലിരിക്കുമ്പം, ഈശോയുടെ അടുത്തിരിക്കുമ്പം, ഈശോയുടെ പാദാന്തികത്തിലിരിക്കുമ്പം, ഈശോയുടെ മടിയിലിരിക്കുമ്പം എൻ്റെ ഉള്ളിലുള്ള വെറുപ്പിൻ്റെ മേഖലകൾ ഈശോ നമുക്ക് കാണിച്ചു തരും. ഒന്ന് ആത്മപരിശോധന ചെയ്യുക. നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ മനസ്സിലേക്കൊന്ന് കൂട്ടിക്കൊണ്ട് വന്നേ. എൻ്റെ അപ്പനോടും അമ്മയോടും എനിക്ക് ദേഷ്യമുണ്ടോ, വെറുപ്പുണ്ടോ? ഞാൻ വെറുത്ത ഏതെങ്കിലും തരത്തിലുള്ള മേഖലകളുണ്ടോ? എൻ്റെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന ആ മേഖലകളിൽ വെറുപ്പെന്ന തിന്മ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പള്ളിയിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ വെറുപ്പിൻ എന്ന തിന്മ മാറി സ്നേഹമെന്ന പുണ്യം കൊണ്ട് നിറയ്ക്കാൻ നിർമ്മലമായൊരു ഹൃദയം എന്നെ തരണേ എന്നുള്ള ആ പാട്ടിൻ്റെ ഇരടികൾ പാടിക്കൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പാടുമ്പം പ്രാർത്ഥിക്കുമ്പം ആ വെറുപ്പെന്ന തിന്മ മാറിപ്പോകാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തവ തിരുസന്നിധി തന്നിൽ
തീർത്തരുൾകിന്നിൽ ദേവാ. ഒരിക്കൽ കൂടി നമ്മൾ ഓരോരുത്തരുമായിരിക്കും നമ്മുടെ വീട്, നമ്മൾ കിടന്നുറങ്ങുന്ന സ്ഥലം, പ്രാർത്ഥിക്കുന്ന സ്ഥലം, നമ്മൾ കുക്ക് ചെയ്യുന്ന അടുക്കള, നമ്മുടെ ബെഡ്റൂം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, ഇന്ന് നമ്മൾ ആരോടൊക്കെ സംസാരിച്ചു, എന്തൊക്കെ ചെയ്തു, ഈ മേഖലകൾ ഒന്ന് പരിശോധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടേതായ ചിന്തകൾ, പ്രവൃത്തികൾ, പറച്ചിലുകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ തിന്മയുടെ ശക്തി മാറി നിർമ്മലമായ ഒരു ഹൃദയം തന്ന് ഉണ്ണീശോയെ സ്വീകരിക്കാൻ ഞങ്ങളെ ഒരുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നൽകണമെൻ നാഥാ. നിർമ്മലമായൊരു ഹൃദയം നിർമ്മിച്ചരുളുക നാഥാ. നീരായൊരു മാനസം തീർത്തരുൾകിന്നിൽ ദേവാ. നമുക്കറിയാം, ലോകം മുഴുവൻ വ്യാപിച്ച് നമ്മളെയൊക്കെ പേടിപ്പിച്ച COVID-19 എന്നുള്ള ആ രോഗാവസ്ഥയെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം. നമുക്കറിയാം, ആ രോഗം മൂലം കഷ്ടപ്പെടുന്നവർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ആശുപത്രികളൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. വീണ്ടും അതിനുള്ള വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അധികം താമസിക്കാതെ വരുമെന്നൊക്കെ നമുക്കറിയാം. ഒത്തിരി പേര് രോഗികളായിട്ടുണ്ട്. രോഗം മൂലം ആശുപത്രിയിൽ കഴിയുന്ന, വീടുകളിൽ കഴിയുന്ന, ഏറ്റവും ക്രിട്ടിക്കൽ അവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ അച്ഛനിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പലരും കടന്നു വരും. നമ്മുടെ പ്രിയപ്പെട്ടവർ, ആശുപത്രി കഴിയുന്നവർ, ആ രോഗത്തിൻ്റെ ഭീകരാവസ്ഥയിൽ കഴിയുന്ന കുറേയേറെ ആളുകൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കുർബാനമധ്യയെ പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, കാത്തിരിപ്പോടെ ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പം ഇന്ന് മനസ്സിലും ശരീരത്തിലും ബുദ്ധിയിലും ഒരു പാപം പോലും ഇല്ലാതെ ഈശോയുടെ അടുത്ത് പാദാന്തികത്തിലിരുന്ന്, ഈശോയുടെ മടിയിലിരുന്ന് നമ്മൾ ഈശോയോട് പറയുമ്പം, ഈശോയെ എല്ലാ കോവിഡ് രോഗികളെയും സൗഖ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബത്തിൻ്റെ വേദന, അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം മാറ്റി ഈശോയെ നിന്റെ സൗഖ്യദായകമായ തൃക്കരങ്ങൾ നീട്ടി എല്ലാവരെയും സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിർമ്മലമായ ഒരു ഹൃദയം തന്ന് എല്ലാ രോഗികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നീരായൊരു മാനസം തീർത്തരുൾകിന്നിൽ ദേവാ. നമുക്കറിയാം, ഈ ചിന്ത വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ളവർ, ഡോക്ടേഴ്സായിട്ടുള്ളവർ, നഴ്സുമാരായിട്ടുള്ളവർ, അവരെ സഹായിക്കുന്നവർ, പോലീസുകാർ, ആത്മീയമായി അവരെ സഹായിക്കുന്ന ശുശ്രൂഷകർ, പ്രത്യേകിച്ച് അച്ഛന്മാരും സിസ്റ്റേഴ്സും. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരാം. നമുക്കറിയാം, ഈ രോഗം വരുമ്പം ആശുപത്രിയിലേക്കാണ് സാധാരണ രീതിയിൽ പോവുക.
അതുപോലെ തന്നെ ഈ രോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും, അതുപോലെ തന്നെ ഈ രോഗം പിടിക്കുമ്പോഴും ആത്മന അല്ലെങ്കിൽ അവരുടെ മനസ്സിനുള്ള അസുഖം മാറാൻ നമ്മുടെ ദേവാലയങ്ങളിലേക്ക് അവർ വരണം, ഈശോയോട് പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ബുദ്ധി കൊണ്ട്, കഴിവ് കൊണ്ട്, ബാങ്ക് ബാലൻസ് കൊണ്ട് ഒന്നും നമുക്ക് നേടാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി തരുന്ന മാസങ്ങളും ദിവസങ്ങളുമാണ് കഴിഞ്ഞു പോയത്. ഈശോയുടെ മുമ്പിലായിരിക്കും നമുക്ക് മനസ്സിലാകും, തമ്പുരാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസം വീണ്ടും നമുക്ക് ആഴപ്പെടുത്താം. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, അവരുടെ കുടുംബങ്ങൾ, അവരാ ജോലിയോട് വിശ്വസ്തത പുലർത്താൻ, ശാരീരിക അസുഖം വരുമ്പോൾ ആശുപത്രിയിലേക്ക് പോകുമ്പം അവരെ ആത്മാർത്ഥമായി ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സും നഴ്സുമാരും ഉണ്ടാകാൻ, മാനസികമായി ഡിപ്രഷൻ വരുമ്പം പള്ളികളിലേക്ക് കടന്നു വരുമ്പം അവരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള സമർപ്പിതരും അച്ഛന്മാരും ഉണ്ടാകാൻ, അവരുടെയൊക്കെ പേടി മാറാൻ, അവര് ഏറ്റെടുത്തിരിക്കുന്ന ആ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ ഈശോയെ അവരെല്ലാം തിരിച്ചോരോണ്ട് കഴുകി നിർമ്മലമായ ഹൃദയം നൽകണമേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈശോയുടെ അടുത്തിരുന്ന് നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നീരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നിൽ ദേവാ. നമ്മുടെ ഇടവകയ ആകുന്ന കുടുംബത്തെ നമുക്കൊരു നിമിഷം മനസ്സിൽ ഓർക്കാം. 16 യൂണിറ്റുകളിലായി ഏകദേശം 303 കുടുംബങ്ങളാണ് നമ്മുടെ അൽഫോൻസ കുടുംബത്തിലുള്ളത്. പരസ്പര സ്നേഹത്തോടെ, ഒത്തൊരുമയോടെ, തമ്പുരാനുള്ള വിശ്വാസം അനുഭവിച്ചറിഞ്ഞ് അൽഫോൻസാമയുടെ സ്വർഗീയ മധ്യസ്ഥം സ്വീകരിച്ചവരാണ് നമ്മളെല്ലാവരും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഇപ്പം പള്ളിയിൽ വരാനും പ്രാർത്ഥിക്കാനും മടി കാണിക്കുന്നു. അത് മറ്റൊന്നുകൊണ്ടുമല്ല, നമുക്കറിയാം ഇപ്പോൾ ഉള്ള ലോ ആൻഡ് ഓർഡർക്ക് അനുസരിച്ച് ആവശ്യമായിട്ട് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം. ഏജ് ഡിഫറൻസുകളുണ്ട്, അല്ലെങ്കിൽ ഏജിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, രോഗത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, പലവിധ കാരണങ്ങളാണ്. എങ്കിൽ തന്നെ ഒന്ന് ആത്മപരിശോധനയ്ക്കൊന്ന് വിധേയമാക്കുക. ഞാൻ മാർക്കറ്റിൽ പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, എനിക്കെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഏത് തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ യാതൊരു മടിയുമില്ല. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഇടവക ദേവാലയത്തിൽ വിടാനോ, അല്ലെങ്കിൽ ഒരു അസുഖമൊന്നും ഇല്ലെങ്കിൽ തന്നെ ആത്മീയ കാര്യത്തിൽ ഞാൻ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ മാറ്റിവെച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും ഒത്തിരി ഫെയ്ത്തിൻ്റെതായ ഡീവിയേഷൻ ഉണ്ട്. ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ ഇടവക ജനങ്ങളും ആത്മപരിശോധന ചെയ്യുക. അല്പം കൂടി തീഷ്ണത നമ്മൾ കാണിക്കണം. ഓരോ അപ്പനും അമ്മയും അവരുടെ കടമകൾ ചെയ്യണം. മക്കളെ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് കേൾവി പോലും ഇല്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പം അപ്പൻ്റെയും അമ്മയുടെയും പ്രവൃത്തി മക്കൾ കണ്ടുപഠിക്കുന്നു എന്നുള്ളൊരു ചിന്ത. ഉപദേശമല്ല വേണ്ടത്, കാണിച്ചു കൊടുക്കുക എന്നുള്ള വലിയൊരു ചിന്തയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനത് കാണിച്ചു കൊടുക്കുമ്പം എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നു. നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിൻ്റെതായ ഡീവിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാൻ നമ്മുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ, അൽഫോൻസാമയുടെ സ്വർഗീയ മധ്യസ്ഥം സ്വീകരിക്കാൻ, വിശ്വാസത്തിൽ ആഴപ്പെടാൻ, ക്രിസ്മസിനായി ഏറ്റവും അടുത്തൊരുങ്ങാൻ, കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ കുമ്പസാരിക്കാൻ ഈശോയെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവസരം ഒരുക്കി തരണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പം 65 വയസ്സിന് മുകളിലായിട്ടുള്ള നമ്മുടെ എല്ലാ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും നമ്മൾ മനസ്സിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. അവരായിരുന്നു നമ്മുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. അവർക്കിപ്പോൾ വരാൻ സാധിക്കുന്നില്ല.
അതുപോലെ തന്നെ 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ഈശോയുടെ മടിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നതായ സാഹചര്യങ്ങളാണ് അവർക്കുള്ളത്. അവർക്ക് ആ സാഹചര്യവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. രോഗം വരുമ്പം, അസുഖം വരുമ്പോൾ ഓടി വന്ന് അത്താണിയായി മാറുന്നതാണ് നമ്മുടെ ഈ ദേവാലയം. അവർക്കും വരാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ പല രീതിയിൽ അസുഖം മൂലം, പ്രായം മൂലം, പ്രായക്കുറവ് മൂലം നമ്മുടെ പള്ളിയിൽ വരാൻ സാധിക്കാത്ത എല്ലാവരെയും നമ്മുടെ മനസ്സിലോർത്ത് ഇപ്പോഴായിരിക്കുന്ന ഈ പാൻഡമിക് സിറ്റുവേഷൻ മാറി നമ്മുടെ ഇടവകമാകുന്ന കുടുംബവും എല്ലാവരും ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ, പ്രാർത്ഥിക്കാൻ, പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഈശോയെ കൃപ തരണമേ എന്ന് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലമായ ഹൃദയം തന്ന് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നീരായൊരു മാനസം തീർത്തരുൾകിന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നീരായൊരു മാനസം തീർത്തരുൾകിന്നിൽ ദേവാ. ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. സാധിക്കുന്നവരെ മുട്ടുമേൽ നിൽക്കാം. നമുക്കറിയാം, പഴയ നിയമ ജനത, ഇസ്രായേൽ ജനത്തിൻ്റെ കാത്തിരിപ്പാണ് മനുഷ്യാവതാരം ചെയ്ത ഉണ്ണീശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ എന്ന് നമ്മുടെ എല്ലാവരുടെയും കാത്തിരിപ്പാണ് ഈശോ. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കുക ഉണ്ണീശോയുടെ ജനനത്തിനു വേണ്ടി. ഓരോ ദിവസവും നമ്മുടെ തിന്മകള് മാറ്റി, ആ തിന്മ ഏത് തിന്മയാണോ നമ്മുടെ ജീവിതത്തിലുള്ള അതിൻ്റെ ഓപ്പോസിറ്റായ പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ പരിശുദ്ധ കുർബാനയും അർപ്പിക്കപ്പെടുക. ഈശോയെ കൃപയായിരിക്കണമേ. കാത്തിരിപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ക്രിസ്മസ് സമാഗതമാകുമ്പം കുറച്ചുകൂടെ തീക്ഷ്ണത, ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ അല്പം കൂടി നന്നായിട്ട് ജീവിക്കാൻ, നന്മ ചെയ്യാൻ, ഞാൻ മൂലം ആരുടെയും കണ്ണീര് വീഴാതിരിക്കാൻ, പ്രത്യേകിച്ച് എൻ്റെ അപ്പൻ്റെ, അമ്മയുടെ, സഹോദരങ്ങളുടെ, മക്കളുടെ കണ്ണീര് വീഴാതിരിക്കാൻ ഈശോയെ കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരുപ്പിറവിക്കായി നമുക്ക് ഒരുങ്ങാം. ഈശോ നമ്മളെ ആശീർവദിക്കുമ്പം നമുക്ക് നന്ദി പറയാം. അല്പം കൂടി വ്യക്തത തന്നതിന്, അല്പം കൂടി മുഖപ്രസാദം തന്നതിന്, അല്പം കൂടി ആത്മധൈര്യം തന്നതിന് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ തന്നെ നോക്കാം. നന്ദി മാത്രം എന്നുള്ളൊരു ചിന്ത, മറ്റൊന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ട. ഈശോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ നമ്മുടെ കുറവുകൾ മറന്ന് ഇന്ന് നമ്മളെ പേര് ചൊല്ലി വിളിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് ഈശോയുടെ ആശീർവാദം തരാനായിട്ട് ഈശോ കരങ്ങൾ ഉയർത്തുന്ന ആ ചിത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുകൊണ്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തമ്പുരാന് നന്ദി പറയാം. ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് തലകുനിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരേ.
എന്നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും നിനക്കാരാധന. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹി